അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത് നമ്മളെ പേരെ അടുത്തല്ലേ, ഞങ്ങൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഇവരെ ഇത് സിമെന്റ് ഗോഡൌൺ വെച്ചിട്ട് തുടങ്ങിയ കച്ചറ ഇടണമെന്ന് ഇവര് പറഞ്ഞിട്ടില്ല ആദ്യം. ഇതിപ്പോ ഞങ്ങളിപ്പോ കാണുകയാണ് കത്തിയപ്പോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നത്. മഴ പെയ്ത ഇതിന്റെ നീരൊക്കെ കൂടി നമ്മളെ കോറിയിലേക്കാണ് ചാടുന്നത്. വീഡിയോ എടുത്തപ്പോഴേ ഗുണ്ടായിസ കാണിച്ചേ എൻ്റെ പറമ്പെന്ന് കയറി പോടാന്നാ പറഞ്ഞത്. അതന്ന് രാവിലെ ഇവിടെ നടന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വേണ്ടാന്നുള്ളത് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. ഇത് ആദവനാട് പഞ്ചായത്തിലെ 9ാം വാർഡിൽ അമ്പലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് അമ്പലപ്പറമ്പിലാണ് സംഭവം. സിമന്റ് ഗോഡൌൺ ആണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് മാലിന്യങ്ങൾ തള്ളിയ ഗോഡൌണിന് തീ പിടിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് ഗോഡൌണിൽ നിന്നും തീ ഉയരുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നാട്ടുകാർ വന്നു നോക്കിയപ്പോൾ ഗോഡൌണിലെ പകുതിയിലധികം മാലിന്യങ്ങളും പൂർണ്ണമായി കത്തി നശിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് പ്ലാസ്റ്റിക്കുകൾ ഇവിടെ സ്വരൂപിച്ചു വച്ച് ഗോഡൌൺ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായത്. ഇത് ചോദ്യം ചെയ്ത പ്രദേശവാസികളെ ജീവനക്കാർ കയ്യേറ്റം ചെയ്തതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നിങ്ങളെ ആവശ്യമില്ല. നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇക്കൊരു ബസ് ചെയ്യാ ഞാൻ കാട്ടി ആയിക്കോട്ടെ തീരുമാനിച്ചോള്. ഇത്തിരി വേസ്റ്റ് ഇവിടെ കൊടുത്ത് കൂട്ടിയതിനുള്ള വേറാദ്യം കാര്യങ്ങൾ ഞങ്ങൾ കൊടുത്തോണ്ട് ഇത് കത്തിച്ചതാണോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലേ. ആയിക്കോട്ടെ. ഒട്ടനവധി വീടുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ആദവനാട് പഞ്ചായത്തിലെ 9ാം വാർഡ്. ഗോഡൌൺ ആരംഭിച്ചതോടെ പ്രദേശത്ത് ഈച്ചകളുടെ ശല്യവും ദുർഗന്ധവും വലിയ രീതിയിൽ അനുഭവപ്പെട്ടിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. നല്ല ഭീഷണി തന്നെയാണ്. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തീ വന്നാൽ അത് കത്തും ചെയ്യും. പിന്നെ ഈച്ചന്റെ ശല്യം, പിന്നെ സ്മെല്ല്. ഇവിടെ കാവുമ്പുറത്തേക്ക് വരെ സ്മെല്ല് ഇത് വരുന്നുണ്ട്, അറിയോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ചുറ്റുറ സുഖമില്ലാത്ത ആൾക്കാർ, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രമല്ല ഇതിലേക്ക് വരണത്. ഇതിലേക്ക് അടുക്കള വേസ്റ്റ് ഉണ്ട്, ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഉണ്ട്, പഞ്ചായത്തിൻ്റെ വേസ്റ്റ് എല്ലതും ഉണ്ട് ഇതിൽ. നോക്കുകയാണെങ്കിൽ കണ്ട പമ്പേഴ്സ്, കിമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു വീട്ടിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട് അതൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൽ, ഭക്ഷണ സാധനങ്ങളടക്കം. ഏരിയ അല്ല ഇവിടെ, കാരണം ജനസമ്പർക്കം കൂടുതലുള്ള ഏരിയയാണ് ഇവിടെ. ജനങ്ങൾ കൂടുതൽ താമസിക്കണ കോട്ടേഴ്സായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ കണ്ടമാനം ജനങ്ങളുള്ള ഏരിയയാണ് ഇവിടെ. ഇവിടെ അതിന് പറ്റിയൊരു സ്ഥലമല്ല, ഇതിന് പറ്റിയ സ്ഥലം ഒഴിഞ്ഞ സ്ഥലമാണ്. അത് അവർ കണ്ടുപിടിച്ചോട്ടെ. ഇത് ജീവനക്കാരെ അറിയിച്ചപ്പോൾ ലൈസൻസോടു കൂടിയാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നതെന്നും ഈച്ചശല്യത്തിനായി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാക്കിയിരുന്നു എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഇത് ഇവിടെ ഞങ്ങൾ സിമെന്റ് ഗോഡൌൺ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ഇവിടെ കണ്ടിട്ടുള്ളത്. ആദ്യം ഇപ്പോഴാണ് ഈ സംഭവം കത്തിയപ്പോഴാണ് ഇവിടെ ഇത്രയും വലിയ വേസ്റ്റ് കൊടുത്ത് തള്ളിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംരംഭമാണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഇവിടുത്തെ നാട്ടുകാരായ ഞങ്ങൾ ആർക്കും ഇത് ഇവിടെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അതിർഗത എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റി ഇവിടുത്തെ നാടിനെ രക്ഷിക്കണം. ഈ നാട്ടുകാരും കൂടി അറിയില്ല. അതുമല്ല ഇവിടെ ചോദ്യം ചെയ്യാൻ വന്നവരെ ഗുണ്ടായിസം കാട്ടിക്കുന്നത് അല്ലേ. രാവിലെ വന്നിട്ട് ഗുണ്ടായിസം ചെയ്തിരിക്കുന്നത്. 2 മാസത്തിനു മുൻപ് സമാനമായ രീതിയിൽ വളാഞ്ചേരി നഗരസഭയിലെ 25ാം ഡിവിഷനിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. രാത്രിയുടെ മറവിൽ ജനവാസ മേഖലയിൽ കൊണ്ടുവന്നു തള്ളുന്ന ഇത്തരം മാലിന്യങ്ങൾക്കെതിരെ നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. നമ്മൾ വന്നു നോക്കുമ്പോൾ സേഫ്റ്റീൻ്റെ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ആകെ 4 എക്സ്റ്റിങ്വിഷറാണ്. അത് വെച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്താണ് നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്, പോലീസിൽ അറിയിക്കുന്നത്. എല്ലാവരും അറിയിച്ച് ഫയർഫോഴ്സ് വന്നപ്പോൾ ഒരു യൂണിറ്റ് കൊണ്ടൊന്നും തികയാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഒരു 3 വണ്ടി വേണ്ടി വന്നു. അത് 3 വണ്ടി വെള്ളം വീണ്ടും റീഫിൽ ചെയ്തിട്ടാണ് നമുക്കിത് ഈ രീതിയിലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു 30ഓളം ജീവനക്കാരുണ്ട്. കുട്ടികൾ വേറെ ഉണ്ട്. അവരുടെയൊക്കെ മക്കൾ ഇവിടെ തന്നെയാണ്. വിദ്യാഭ്യാസമൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവര് വേസ്റ്റ് എടുക്കുന്നതൊക്കെ സാധാ നമ്മൾ ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ കൈ കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. തരംതിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈച്ചശല്യമാണ് ഇതിൽ മെയിനായിട്ട്. ഈച്ചയുടെ ബുദ്ധിമുട്ട് ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ നന്നായിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൃത്രിമമായി സംസ്കരിക്കുന്നതിൽ യാതൊരു തടസ്സവും ജനങ്ങൾക്കില്ല. എന്നാൽ ഭക്ഷണ കക്കൂസ് മാലിന്യങ്ങൾ ഇവിടെ സ്വരൂപിച്ചു വയ്ക്കുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിനാൽ അത്തരം മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവുമാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.
അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.